നിനക്കതിനുള്ള യോഗം ഈ ഗഗന്റെ കൂടെയാണ്. എന്റെ ഭാര്യയായിട്ട് നീ അവിടെ മൂകാംബികയിൽ ജീവിക്കും. കേട്ടോടി? ഓടിയോടെ എനിക്ക് നിക്കടി അവിടെ. പോന്ന നീ അങ്ങനെ രക്ഷപ്പെടാന്ന് കരുതിയോടി. എന്താടാ ഇത്? നോട്ട് റോട്ടിലാണോ പെണ്ണുങ്ങളോട് നിന്റെ അക്രമം? എന്താടാ ഇത്? നിന്റെ ഒക്കെ ഗുണ്ടായിസോ? മേഡം, ഇവള് മൂകാംബിയിൽ നിന്ന് ഒളിച്ചോടി വന്നതാ. ഇവളെ തിരിച്ചു കൊണ്ടുപോവാനാ. ഒളിച്ചോടി വന്നതാണെന്ന് നിന്റെ അടുത്ത് ആരാടാ പറഞ്ഞത്? അഥവാ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ പബ്ലിക് റോഡിലൂടെ ഓടിച്ചിട്ടാണോ ഒരു പെങ്കൊച്ചിനെ പിടിച്ചോണ്ട് പോകുന്നേ? നിന്നെയൊക്കെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിക്കുന്നുണ്ട്. സാജ, രണ്ടെണ്ണത്തിന് ചവിട്ടിയെടുത്ത് വണ്ടി. ഇനി 2-3 വർഷക്കാലം നിനക്ക് സർക്കാരിന്റെ ഗസ്റ്റായിട്ട് ജയിലിൽ കിടക്കട്ടെ. ശബ്ദിച്ചു പോരുത്. മേഡം, ഞങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ല. സാജ, ഒരു വൈറ്റ് പേപ്പർ എടുക്കും. കുട്ടി, ഇതിൽ പേരെഴുതി സൈൻ ചെയ്തേക്കും. അഡ്രസ്സും കൂടി എഴുതിയേക്ക്. പരാതിയൊക്കെ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് ഇവന്മാരെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിച്ചോളാം. ഇത് മതി. ഇവന്മാരിനി കുറച്ച് നാൾ അഴി എണ്ണിക്കിടക്കട്ടെ. എന്നാലേ പെണ്ണുങ്ങളോട് എങ്ങനെ മാന്യമായി പെരുമാറണമെന്ന് ഇവന്മാര് പഠിക്കും. തനിച്ചു പോകാൻ പേടിയൊന്നുമില്ലല്ലോ? അതോ ഞങ്ങൾ എവിടെയെങ്കിലും ആക്കേണ്ടതുണ്ടോ? എന്നാ ശരി, പോയിക്കോളൂ. ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്താ മോൾക്ക് എന്തെങ്കിലും പറ്റിയോ? മാഡം, മാഡത്തെ മൂകാംബികാദേവി അനുഗ്രഹിക്കട്ടെ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി ഞാൻ ഭയന്ന് ഓടി വരികയായിരുന്നു. ഇതാരാ? അമ്മയാണോ? എന്നാ രണ്ടുപേര് സമാധാനത്തോടെ വീട്ടിലേക്ക് പോയിക്കോളൂ. ഇനി ആരും നിങ്ങൾ ഉപദ്രവിക്കില്ല. ശരി ശരി.
ദേവിയായിട്ടാ ഈ സമയം അവരെ ഇവിടെ എത്തിച്ചത്. ഇവരിവിടെ വന്ന് ശല്യം ചെയ്തു തുടങ്ങിയ എങ്ങനെയാ? മോളെ, നമുക്കിനി ഇവിടെ നിൽക്കണ്ട. നമുക്ക് മൂകാംബികയിലേക്ക് തിരിച്ചു പോയാലോ? ശരിയാ മോളെ മോള് പറഞ്ഞത്. മൂകാംബിക അമ്മയുടെ അനുഗ്രഹം തന്നെ ഇത്. അല്ലെങ്കിൽ ഈ സമയത്ത് അവർക്കിവിടെ വരാൻ തോന്നില്ലല്ലോ. വിധി, പമ്പരവിധി, ചതിയൻ, ഒന്നുന്ന ചോറിന് നന്ദിയില്ലാത്തവൻ. എന്താ ഘോര? എന്താ ഉണ്ടായത്? ആ വിധിയിലെ അവൻ ഘോരയെ മറികടന്ന് തന്നിഷ്ടത്തിന് കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമത്തിലാണ്. ബലി നൽകാനുള്ള പെണ്ണിനെ അശുദ്ധയാക്കാനാണ് അവൻ ശ്രമിച്ചത്. അതിന്റെ ഫലം അവൻ അനുഭവിക്കും. അതിനിടയിൽ ഒരു മായാജാലക്കാരിയുണ്ടല്ലോ, അവളുടെ വക വേഷം കിട്ടുന്നു വേറെ. ആരൊക്കെ ശ്രമിച്ചാലും ഘോരയുടെ വഴിയിൽ വിഘ്നമാകാൻ ഒരാളെയും ഞാൻ അനുവദിക്കില്ല. നിന്റെ മുഖത്തെ വിജയാഹാസം ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഓർത്തോളൂ, ഘോരയെ പരാജയപ്പെടുത്തി നിന്റെ ഭക്തയെ രക്ഷിക്കാമെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. നിന്റെ ഈ ജയങ്ങൾ താൽക്കാലികം മാത്രമാണ്. അന്തിമ വിജയം ഈ ഉഗ്രസേന ഘോരയുടേത് തന്നെയാവും. നിന്റെ പ്രിയപ്പെട്ട ഭക്തയുണ്ടല്ലോ, അവളും അവളുടെ ഭർത്താവും അവന്റെ വീട്ടുകാരുമൊക്കെ ഞാൻ തീർത്ത വലയത്തിനുള്ളിലാ. ലോകമാതാവെന്ന് സ്വയം മേനി നടിക്കുന്ന നിനക്ക് ശക്തിയുണ്ടെങ്കിൽ അവരെ എന്റെ വലയത്തിൽ